ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, തൃത്വനാമത്തിൽ സ്നേഹവന്ദനം. ശ്രേഷ്ഠമായ ഈ സമയത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തന മാധുരി എന്ന പഠന പരമ്പരയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. 22-ാം സങ്കീർത്തനത്തിൻ്റെ വിവിധ വാക്യങ്ങളെപ്പറ്റി നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവിൻ്റെ ക്രൂസിലെ ധ്യാനമെന്ന നിലയിലും ഒരു യഹൂദൻ്റെ ബാല്യകാലം മുതലുള്ള ജീവിത ധ്യാനമെന്ന നിലയിലും അവൻ്റെ പ്രതിസന്ധിയുടെയും ധ്യാനാത്മക അനുഭവത്തിൻ്റെയും പ്രതീകമെന്ന നിലയിലും ഒക്കെ ഈ സങ്കീർത്തനം പ്രസക്തമാണ്. എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്തേ എന്ന് പരിഭവത്തോടെ, വ്യസനത്തോടെ, പ്രാർത്ഥനയോടെ ചോദിച്ച സങ്കീർത്തനക്കാരൻ ആ ചോദ്യത്തിൻ്റെ മറുപടിയും തുടർന്നുള്ള വാക്യങ്ങളിൽ തരുന്നു. താൻ കടന്നുപോകുന്ന വഴിത്താരകളെക്കുറിച്ചും പറയുന്നു. രാജാവും നിബിയും സങ്കീർത്തനകാരനുമായ ദാവീദ് സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് തൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ധ്യാനിച്ച ഈ ധ്യാനം ആധുനിക കാലഘട്ടത്തിലും ജീവനുള്ള ശബ്ദമായി, സാക്ഷ്യമായി, വെളിച്ചമായി നിലനിൽക്കുന്നു. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധിയിൽ പറഞ്ഞ അതേ വാചകം ക്രൂസിൽ കിടന്നപ്പോൾ പ്രാർത്ഥനയോടെ നമ്മുടെ കർത്താവും പറഞ്ഞു എന്നുള്ളത്, നിലവിളിയോടെ പറഞ്ഞു എന്നുള്ളത് ബുദ്ധിക്കപ്പുറമായ ചില യാഥാർത്ഥ്യം നമ്മെ വെളിവാക്കുന്നു. ഇന്നത്തെ ദിവസത്തെ ധ്യാനത്തിനായി 22-ാം സങ്കീർത്തനം 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കുകയാണ്. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവൻ അവനെ രക്ഷിക്കട്ടെ, അവനിൽ പ്രസാദമുള്ളതിനാൽ അവൻ അവനെ വിടുവിക്കട്ടെ. ഈ രണ്ട് വാക്യങ്ങളും നമ്മൾക്ക് സുപരിചിതമാണ്. ഈ രണ്ട് വാക്യങ്ങളും നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് നിറവേറിയതാണ്. ഒന്ന്, കർത്താവ് തന്നെ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് പറയുന്നു, കടന്നുപോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു എന്ന് വിശുദ്ധ മത്തായി 27-ാം അധ്യായം 39-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദാവീദിനാൽ പരിശുദ്ധാത്മാവ് സാക്ഷിച്ച ആ സാക്ഷ്യം, അവൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി സാക്ഷിച്ച ആ സാക്ഷ്യം, കർത്താവിൻ്റെ മനുഷ്യാവതാരവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞ ആ കാര്യം, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ തലകുലുക്കുന്നു, കടന്നു പോകുന്നവർ തലകുലുക്കി അവനെ ദുഷിച്ചു എന്ന വാക്യത്തിലൂടെ നിറവേറുകയാണ്. വീണ്ടും അടുത്ത വാക്യം, യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവൻ അവനെ രക്ഷിക്കട്ടെ, അവനിൽ പ്രസാദമുള്ളതിനാൽ അവൻ അവനെ വിടുവിക്കട്ടെ എന്ന വാചകം സമൂഹം ഒരു ഭക്തനെ പറ്റി പറയുന്ന വാചകം. ആ സമൂഹത്തിൻ്റെ വാചകമായി, വാക്കുകളായി സങ്കീർത്തനക്കാരൻ 8-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതും വിശുദ്ധ മത്തായി 27-ാം അധ്യായം 43-ാം വാക്യം. ഈ രണ്ട് വാക്യങ്ങളും കർത്താവിൻ്റെ ക്രൂശുമരണത്തോട് ചേർന്ന് നിറവേറിയ പ്രവചന നിവൃത്തിയാണ്. അപ്പോൾ നമ്മൾ തന്നെ ആലോചിച്ചോണം, സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഭക്തന്മാർ പറയുന്നത് അവരുടെ വ്യക്തിജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി സാക്ഷിക്കുന്ന ചില കാര്യങ്ങൾ പ്രവചനങ്ങളായിട്ട് മാറ്റപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും വേദനകളും പ്രയാസങ്ങളുമായിട്ടൊക്കെ വരുന്ന കാര്യങ്ങൾ നമ്മൾ ശാപവാക്കുകളായിട്ടും ദോഷവാക്കുകളായിട്ടുമാണ് പറയുന്നത്. നിരാശയുടെ നെരിപ്പോടുകളായിട്ടാണ് നമ്മൾ അതിനെ സാക്ഷിക്കുന്നത്. എന്നാൽ ഭക്തനായ മനുഷ്യൻ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, സമർപ്പിതനായ മനുഷ്യൻ, അവൻ പറയുന്ന പരിഭവങ്ങൾ പോലും പ്രവചനങ്ങളായി മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് എഴുതി വയ്ക്കുന്ന ഡയറി കുറിപ്പുകളിലായി പറയുന്ന വാക്കുകളും, അല്ലെങ്കിൽ അതിവേദന അനുഭവിക്കുമ്പോൾ പങ്കുവെക്കുന്ന വാക്കുകളും, കുടുംബാംഗങ്ങളോട് പറയുന്ന വാക്കുകളും, ശിഷ്യന്മാരോട് കൊടുക്കുന്ന ഉപദേശങ്ങളും, ജനത്തോട് നടത്തുന്ന പ്രസംഗങ്ങളും, നമ്മൾ എത്രമാത്രം വേദനയുള്ളവരാണെങ്കിലും നാളെ അത് കേൾക്കുന്നവർക്ക് ഒരു മാർഗമായി, പ്രവചന നിവൃത്തിയായി മാറണം.
എൻ്റെ പൂർവികർ, എൻ്റെ പിതാക്കന്മാർ പറഞ്ഞ കാര്യം, അയ്യോ അത് നിറവേറിയിരിക്കുന്നു, എത്ര സത്യമാണ്. അപ്പോൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയുന്ന ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും ഉറച്ചു നിന്നുകൊണ്ടാകണം, ആ ഒരു ഘടനയിലുള്ളതാകണം. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ജീവിക്കേണ്ടത് ദൈവത്തിൻ്റെ ഘടനയിലാണ്. സമൂഹത്തിൻ്റെ ഘടന പാലിക്കാൻ നമ്മൾക്ക് പലപ്പോഴും താല്പര്യങ്ങളില്ലെങ്കിലും നമ്മൾ നിർബന്ധം കൊണ്ട് വഴിപ്പെട്ടു പോകും. വാഹനം ഓടിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓടിക്കണമെന്ന് നമുക്ക് തോന്നും, പക്ഷെ എപ്പോഴും ഒന്നും നടന്നെന്ന് വരത്തില്ല. നമ്മൾക്കിഷ്ടമുള്ള രീതിയിൽ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് ഗവൺമെൻറ് നിർദ്ദേശത്തിന് ബദലാണെങ്കിൽ നമ്മൾ ഫൈൻ അടച്ചേ പറ്റത്തുള്ളൂ. റോഡുകളിൽ പോകുമ്പോൾ അതിവേഗത്തിൽ ഓടിച്ചാൽ, അല്ലെങ്കിൽ തെറ്റായ സ്ഥലത്ത് വെച്ച് ക്രോസ് ചെയ്താൽ, തെറ്റായ രീതിയിൽ ട്രാഫിക് സിഗ്നൽ ലംഘിച്ചാൽ നമ്മൾ പിഴ കൊടുത്തേ പറ്റത്തുള്ളൂ. പ്രിയമുള്ളവരെ, ഭൗതികമായ ഒരു ഘടനയ്ക്ക് നമ്മൾ ഇപ്രകാരം പേടികൊണ്ട് വിധേയരാകുന്നുവെങ്കിൽ ദൈവം നൽകിയിരിക്കുന്ന, ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന അനുഭവങ്ങൾ ആസ്വദിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്ന നമ്മൾ ആ ചിട്ടവട്ടങ്ങൾക്കൊക്കെ വശംവദരായേ പറ്റത്തുള്ളൂ, അതിനോട് ചേർന്ന് പോയേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഞാൻ ആമുഖമായി ഈ വാക്യം വായിക്കുമ്പോൾ 7-8 എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു, യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവൻ അവനെ രക്ഷിക്കട്ടെ, അവനിൽ പ്രസാദമുള്ളതിനാൽ അവൻ അവനെ വിടുവിക്കട്ടെ. ഈ 2 വാക്യങ്ങളും പറഞ്ഞപ്പോൾ പറഞ്ഞു, നിറവേറിയതായ 2 വാക്യങ്ങൾ, നമ്മുടെ കർത്താവിൻ്റെ ക്രൂശ് മരണത്തോട് ചേർന്ന് നിറവേറിയ വാക്കുകൾ. ആയതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ വേദനയിലും നൊമ്പരത്തിലും ഒക്കെ പറയുന്ന വാക്കുകളും നമ്മളുടെ മനസ്സിലെ ചിന്താധാരകളുമൊക്കെ യഥാർത്ഥത്തിൽ നാളെ എന്ന് പറയുന്ന ഒരു ദിവസമുണ്ടെങ്കിൽ അതൊരു പ്രവചന നിവർത്തിയായിട്ട് മാറണം. അതേ പ്രിയമുള്ളവരെ, നമ്മളുടെ വാക്കുകൾ പ്രവാചക വാക്കുകളാകട്ടെ, നമ്മളുടെ ചിന്തകൾ ദൈവത്തിൻ്റെ സുവിശേഷം നിറവേറ്റുന്നതിനാകട്ടെ, നമ്മൾ എഴുതി വച്ചിരിക്കുന്നതും നമ്മൾ പഠിപ്പിച്ചതുമായ കാര്യങ്ങൾ നാളത്തെ സമൂഹത്തിന് പാഠപുസ്തകമാകട്ടെ. ഇന്ന് നമ്മൾ ആലോചിക്കുന്ന ആലോചനകളും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളും നാളത്തെ സമൂഹത്തിന് നിയമസംഹിതകളാകട്ടെ. അപ്പോൾ അതിന് തക്കവണ്ണമുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ വരണം. ഈ വാക്യത്തിലേക്ക് ഒന്നുകൂടി ഞാൻ പ്രവേശിക്കുകയാണ്. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, ഞാൻ മനുഷ്യനല്ല ഒരു പുഴുവത്രേ എന്ന് പറഞ്ഞ സങ്കീർത്തനക്കാരനാണ്. ഇപ്പോൾ വീണ്ടും പറയുന്നു, കാണുന്നവരൊക്കെ പരിഹസിക്കുന്നു, അധരം മലർത്തി തലകുലുക്കുന്നു. കാണുന്നവരൊക്കെയും പരിഹസിക്കാൻ തക്കവണ്ണം വീണുപോയ മനുഷ്യർ, വേദനയിലായിരിക്കുന്നവർ, നൊമ്പരത്തിലായിരിക്കുന്നവർ, കടന്നുപോകുന്ന ആർക്കും ഒന്നുമില്ല എന്ന് ചിന്തിക്കത്തക്ക രീതിയിൽ, നിങ്ങൾക്കിത് ഏതുമില്ലേ എന്ന് പറയത്തക്ക രീതിയിൽ ഇന്ന് സമൂഹമായിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കടന്നു പോകുന്നവരെല്ലാം പരിഹസിക്കുന്നു എന്നാണ് പറയുന്നത്. കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു എന്ന് വെച്ചാൽ, കാണുന്നവരൊക്കെ പരിഹസിക്കുന്നു എന്ന് പറയുമ്പോൾ കാണാത്തവർ പരിഹസിക്കുന്നില്ല എന്നർത്ഥമില്ല. ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്നറിയുന്നവർ പരിഹസിക്കുകയാണ്. നമുക്കൊക്കെ പേരെടുക്കാൻ വലിയ താല്പര്യമാണ്, എല്ലാവരും അറിയണമെന്ന് വലിയ താല്പര്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ നമ്മെ തന്നെ എപ്പോഴും ഉയർത്താൻ ശ്രമിക്കുന്നുണ്ട്. നമ്മളുടെ ആഘോഷങ്ങളും ഉത്സവങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമ്മൾ പങ്കുവയ്ക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിലും ഒരു സെൽഫിയെങ്കിലും നമ്മൾ എടുത്തിടും. ഞാൻ ജീവിച്ചിരിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയണമെന്നല്ലോ. ചിലരൊക്കെ പറയാറുണ്ട്, എപ്പോഴും ഓരോരോ പോസ്റ്റിലുള്ള പടങ്ങളൊക്കെ എടുത്തിടും. ചിലപ്പോൾ നമ്മൾ തമാശന് ചോദിക്കും, കുഞ്ഞെ ഇന്നൊന്നും കണ്ടില്ലല്ലോടെ, എന്തോ പറ്റിയടാ? അപ്പോൾ പറയും, അച്ഛാ ഞാൻ അത് മറ്റൊന്നിനുമല്ല ഇടുന്നത്, ഞാൻ സന്തോഷവാനാണ്, ഞാൻ ദുഃഖിതനല്ല എന്ന് ചിലരൊക്കെ അറിയണം. അവരൊക്കെ എന്നെ കാണണം. ഞാൻ തളർന്നു പോയി, ഇപ്പോൾ എങ്ങനെയുണ്ട്? ചിലരൊക്കെ എന്നെ വിട്ടുപോയപ്പോൾ ഞാൻ ഇല്ലാതായിപ്പോയെന്ന് ചിലരൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഞാനിപ്പോഴും സജീവമായിട്ടുണ്ട്, ആരോഗ്യമുണ്ട്, സൗന്ദര്യമുണ്ട്, നിങ്ങൾ പോയാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്നൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ പടങ്ങൾ ഇടുന്നത്. സെൽഫി സംവിധാനത്തിൻ്റെ പ്രത്യേകത ഇതാണല്ലോ. ആരും ഫോട്ടോ എടുക്കണ്ട, അവനവനെ തന്നെ കണ്ടുകൊണ്ട് അവനവൻ്റെ എല്ലാ ഭംഗിയായ രീതിയിലുള്ള ഫോട്ടോ ഒപ്പിയെടുക്കാൻ പറ്റും.
സെൽഫിക്കകത്തിൽ ഫോട്ടോ എടുക്കുന്നവനുണ്ട്, അല്ലാത്ത ഫോട്ടോഗ്രാഫിയുടെ സംവിധാനത്തിൽ ഫോട്ടോ എടുക്കുന്നവൻ അതിൻ്റെ അകത്തിലില്ല. ആരുടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുവോ അവരുടെ ഫോട്ടോ മാത്രമാണ് ഉള്ളത്, ഓപ്പോസിറ്റിലുള്ളവരുടെ പടങ്ങൾ മാത്രമേ ഉള്ളൂ. സെൽഫിയിൽ ഞാൻ ഉൾപ്പെടെയുണ്ട്, അതിനെയൊന്നും വിമർശിക്കാനില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സിമ്പിളായി ചെയ്യാവുന്ന ഒരു ടെക്നോളജി എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ ചിന്തിച്ചോണം, നമ്മളില്ലാത്ത ഒരു ചിത്രം ഇന്നില്ല. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമ്മളുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ എന്നെ ചൊല്ലി പരിഹസിക്കുവാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ ഒരു നിറവോട് അവൻ പറയുകയാണ്. നമ്മളെ ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നേരത്തെയൊക്കെ നമ്മൾ ഓർപ്പിച്ചതുപോലെ, പ്രിയപ്പെട്ടവനെ പ്രിയപ്പെട്ടവളെ നീ വിഷമിക്കണ്ട, ഞാൻ ദൈവത്തെ ഒത്തിരി സ്നേഹിച്ചവനാണ്, സങ്കീർത്തനങ്ങളൊക്കെ എഴുതിയവനാണ്, രാജാവായിരുന്നവനാണ്, അധികാരിയായിരുന്നവനാണ്, മക്കളെയും കൊച്ചുമക്കളെയും കണ്ടവനാണ്. എന്നിട്ട് പോലും പോകുന്നവരൊക്കെ എന്നെ ചൊല്ലി പരിഹസിച്ചിട്ടുണ്ട്, നിന്ദിച്ചിട്ടുണ്ട്, ദുഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ വിഷമിക്കണ്ട. നമ്മുടെ കർത്താവിൻ്റെ കഷ്ടാനുഭവ സമയത്ത് ക്രൂശന്മേൽ കിടന്നപ്പോൾ കണ്ടവരൊക്കെ അവനെ ചൊല്ലി പരിഹസിച്ചു. പരിഹസിക്കാൻ തക്കവണ്ണം അവനൊരു കാരണമായില്ല, അതിനുള്ള തെറ്റ് ചെയ്തില്ല. പക്ഷേ അവനെ ക്രൂശിച്ചു, അവനെ വേദനിപ്പിച്ചു, അവനെ നൊമ്പരപ്പെടുത്തി. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഹൃദയംഗമായിട്ടൊരു കാര്യം ഓർത്തോണം, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചോണം. ആരെങ്കിലും എന്നെയും നിങ്ങളെയും പരിഹസിക്കുന്നുണ്ടെങ്കിൽ പരിഹാസത്തിനുള്ള കാരണം ഉണ്ടായിട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അല്ലെങ്കിലും പരിഹസിക്കും. ക്രൂശന്മേൽ കിടന്ന കർത്താവിനെ നോക്കി പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും ചൊല്ലി പരിഹസിക്കുന്നതാണോ പ്രശ്നം? എന്തിനവൻ പരിഹസിക്കുന്നു എന്നുള്ളതല്ല നമ്മളുടെ ശ്രദ്ധേയമായ സംഗതി. അതതിൻ്റെ ഒരു ഭാഗമാണ്. എന്താണ് എന്നെ ചൊല്ലി പരിഹസിക്കുന്നതിൻ്റെ കാരണം? പരിഹാസത്തിന് കാരണമുണ്ടോ? അത് വേറൊരു ലെവലാണ്. മറിച്ച് അവൻ പരിഹസിക്കുന്നുണ്ടെങ്കിലും ഞാൻ സന്തുഷ്ടനാണെന്ന് ഞാൻ തന്നെ സാക്ഷിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആരൊക്കെ പരിഹസിക്കട്ടെ, ആരൊക്കെ എതിർക്കട്ടെ, കുറ്റപ്പെടുത്തിക്കോട്ടെ, കുഴപ്പമില്ല. അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി കരുതിടുന്നു, എന്നെയോ മെനയായി കരുതുന്നു. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, ഏതൊരവസ്ഥയിലും. ആ പാട്ടിൻ്റെ ആഴം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം പ്രിയമുള്ളവരെ. ഏതവസ്ഥയിലായാലും യാതൊരു അളവുമില്ലാതെ സ്നേഹിക്കുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, ലോകം എന്നെ നോക്കി പരിഹസിച്ചാലും, കടന്നു പോകുന്നവർ പരിഹസിച്ചാലും, സങ്കീർത്തനക്കാരൻ നമ്മളെ ഓർപ്പിക്കുന്ന ഒരു വലിയ കാര്യം, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, ആദരം മലർത്തി തലകുലുക്കുന്നു, എന്നിട്ടും ഞാൻ ജീവിച്ചിരിക്കുന്നു. പരിഹാസികളുടെ ഇടയിൽ കൂടി കടന്നുപോയിട്ടും ഞാൻ ജീവിക്കുന്നു. വീണ്ടും ഓർത്തോണം, എന്നെ കാണുന്നവരൊക്കെ പരിഹസിക്കുന്നു, ആദരം മലർത്തി തലകുലുക്കുന്നു എന്ന് പറയുന്നതിലൂടെ പരിഹസിച്ചിട്ടും ഞാനിന്നും ശക്തനാണ്. ചിലപ്പോൾ ചിലരുടെ ഒരു പ്രത്യേകത ഉണ്ട്. ഈ വേദവാക്യം വായിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ചില മനുഷ്യരുണ്ട്, അവരോരെ തന്നെ അപഹാസ്യ വിഷയമാക്കി സന്തോഷിക്കുന്ന ചിലരുണ്ട്. ചില കൊമേഡിയൻസിനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവരൊക്കെ അവരെക്കുറിച്ച് തന്നെ തമാശ പറയും. അവർക്ക് പറ്റിയ അബദ്ധങ്ങൾ, ജാള്യതകൾ, അതിനെയൊക്കെ അങ്ങ് ആഘോഷിക്കുകയാണ്. ആ കൂട്ടത്തിൽ അവരുടെ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും ഒക്കെ കഥാപാത്രങ്ങളാക്കി കൊണ്ടുവരും, രസാവഹമാക്കി കൊണ്ടുവരും. അതിലൂടെ ബാക്കിയുള്ളവരെ ചിരിപ്പിക്കും. എന്ന് വെച്ചാൽ അവരനെ അപഹസിച്ചുകൊണ്ടോ നിന്ദിച്ചുകൊണ്ടോ ദുഷിച്ചുകൊണ്ടോ കളിയാക്കുകയല്ല, സ്വയമായിട്ട് തന്നെ കളിയാക്കുക, അവനവനെ തന്നെ കളിയാക്കുക, അവനവനെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചിരിപ്പിക്കുകയാണ്. ഈ കോമാളികൾ ചെയ്യുന്നത് അങ്ങനെയല്ലേ പ്രിയമുള്ളവരെ? കോമാളികളുടെ പ്രത്യേകത ഏതാ? പറയത്തില്ലയോ, എന്നെ തോൽപ്പിക്കാൻ ഞാൻ ആരെ അനുവദിക്കത്തില്ല.
എന്നെ കരയിപ്പിക്കാൻ തക്കവണ്ണം ഞാൻ ആരെയും സമ്മതിക്കത്തില്ല. കാരണം മനുഷ്യൻ്റെ മനസ്സിൽ തോന്നുന്ന ചില വികാരങ്ങളാണ്, ചിന്താധാരകളാണ്. അത്രമാത്രം ശക്തമായൊരു രീതിയിലേക്ക് മനുഷ്യൻ മാറ്റപ്പെടുകയാണ്. എൻ്റെ നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടി ഈ ഒരു ദിവ്യാനുഭവം നിലനിർത്തുവാൻ നമ്മൾ സാധിക്കണം. അതേ പ്രിയമുള്ളവരെ, നമുക്ക് തമാശനും കളിക്കും ചിരിക്കുമായിട്ട് മറ്റുള്ളവനെ അപഹസിക്കണ്ട, പരിഹസിക്കണ്ട. അവനവനെ തന്നെ ഒന്ന് രൂപപ്പെടുത്തുവാനും ഒരനുഭവത്തിലേക്ക് എത്തിക്കുവാനും സാധിക്കണം. ആ ഒരു വളർച്ചയുടെ പൂർണ്ണതയും ആ ഒരു ശക്തിയുമാണ് നമ്മൾക്കുണ്ടാകേണ്ടത്. വീണ്ടും ഒരു കാര്യം ഓർത്തോണം, എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ ആദരം മലർത്തി തലകുലുക്കുന്നു. സങ്കീർത്തനക്കാരനെ ഒരു വലിയ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു, ഹൃദയംഗമായിട്ട് പഠിപ്പിക്കുകയാണ്. അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവൻ എന്നെ നോക്കി ചിരിച്ചു കളിയാക്കി എന്നുള്ളതിൻ്റെ കാരണം തേടാൻ ഞാൻ പോയാൽ അതിനേ കാരണമുണ്ടാകത്തുള്ളൂ. അതല്ലാത്തതിന് മറ്റൊരു മാർഗമില്ല. കർത്താവ് ക്രൂശന്മേൽ കിടന്നപ്പോൾ അതരം മലർത്തി പരിഹസിച്ചവരുണ്ട്, കളിയാക്കിയവരും നിന്ദിച്ചവരുമുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നാലെ പോയാൽ അതിന് മാത്രമേ ഉള്ളൂ കാരണം. ഞാനോ നിങ്ങളോ നടന്നു പോകുമ്പോൾ ഒരാൾ നോക്കി ചിരിക്കുന്നു, അകാരണമായി ചിരിക്കുന്നു. എന്തിനാ ചിരിക്കുന്നത്? എന്തിനാ എന്നെ നോക്കിയത്? ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിട്ടുകള പ്രിയമുള്ളവരെ, എല്ലാം എടുത്ത് തലയിൽ വെക്കണ്ട. നമ്മളെ നോക്കി ചിരിക്കുന്നവൻ അതിന് യഥാർത്ഥ കാരണമുണ്ടേ നമ്മളോട് പറയും. അതിനെ നോക്കി നിന്നാൽ അതിനൊക്കെ സമയമുള്ളൂ. നമ്മൾ തന്നെ കേട്ടിട്ടില്ലയോ, ഈ ലോകത്തിൽ എല്ലാ ഭാരങ്ങളും നമ്മളെടുത്ത് തലയിൽ വെക്കണ്ട, കുറേയൊക്കെ പടച്ചോണ്ട് കയ്യിലോട്ടും വെച്ചു കൊടുക്കണം. അല്ലെങ്കിൽ അങ്ങേർക്ക് സമയമില്ലാതെ വരുമല്ലോ, പണിയില്ലാതെ വരുമല്ലോ. ഒരു നോവലിസ്റ്റിൻ്റെ ഹൃദ്യമായ വാക്കുകളാണ്. തമാശ രീതിയിലാണെങ്കിലും അതിൻ്റെ ആത്മീയ തലത്തെക്കുറിച്ചൊന്നുമല്ല. നമ്മൾ ചിന്തിക്കണം, നീ എന്തിനെന്നെ നോക്കി ചിരിച്ചു, എന്തിനെന്നെ നോക്കി കരയുന്നു, എന്തിനെന്നെ നോക്കി കാർക്കിച്ചു തുപ്പുന്നു. മനുഷ്യനങ്ങ് കാരണം കണ്ടെത്തുകയാണ്. ആരെങ്കിലും കടന്നു പോകുമ്പോൾ പറയും, അവൻ എന്നെ നോക്കി കാർക്കിച്ചു തുപ്പി, എന്നെ കണ്ടപ്പോൾ ശബ്ദമുണ്ടാക്കി, എന്നെ കണ്ടപ്പോൾ പുച്ഛത്തോടെ നോക്കി, മുഖത്തൊരു പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകുമ്പോഴേ ഉള്ളൂ പ്രിയമുള്ളവരെ പ്രശ്നം. നമ്മൾക്ക് ലക്ഷ്യത്തിലെത്താൻ പറ്റത്തില്ല, ഉദ്ദേശത്തിലെത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് തുടർന്നുള്ള വാക്യത്തിൽ പറയുന്നത്, യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവൻ അവനെ രക്ഷിക്കട്ടെ, അവനിൽ പ്രസാദമുള്ളതിനാൽ അവൻ അവനെ വിടുവിക്കട്ടെ. ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യർ നമ്മളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും കേട്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. പരിഹസിക്കുന്ന മനുഷ്യൻ, അപഹസിക്കുന്ന മനുഷ്യൻ നമ്മുടെ വീഴ്ചയിലും പ്രയാസത്തിലും പറഞ്ഞുകൊണ്ടിരിക്കും, അവൻ ദൈവത്തെ വിളിക്കുന്നവനല്ലേ, അവനെ രക്ഷപ്പെടുത്തട്ടെ. കർത്താവ് ക്രൂശന്മേൽ കിടന്നപ്പോഴും ചുറ്റും വന്നവർ പറഞ്ഞതാ, ദൈവത്തിന് ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇവനെ രക്ഷിക്കട്ടെ. ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് കർത്താവ് ക്രൂശന്മേൽ കിടന്നപ്പോൾ അർത്ഥമറിയാത്ത കൂടി നിന്നവർ പറഞ്ഞു, അവൻ ഏലിയാവെ വിളിക്കുന്നു, അവൻ ഇറങ്ങി വരുമോ എന്ന് നമുക്ക് നോക്കാം. കർത്താവ് പറഞ്ഞത് അതല്ല. എൻ്റെ ദൈവമേ കൈവിട്ടതെന്തെന്നാണ് ചോദിച്ചത്. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ഓർത്തോണം, നമ്മളുടെ പ്രത്യേകിച്ച് ചില ക്രൂശീകരണ സമയത്ത് നിങ്ങളും ഞാനും പറയുന്നതിനെയൊക്കെ ഉണ്ടല്ലോ, ആളുകൾ ആഘോഷിച്ചെന്നിരിക്കും. നമ്മൾ ചക്കയെന്ന് പറയുന്നതിനെ മാങ്ങ എന്ന അർത്ഥത്തിലെടുക്കും, തേങ്ങ എന്നുള്ള രീതിയിൽ പറഞ്ഞു പരത്തും. അതാ ലോകത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അവനവനിൽ പ്രസാദമുണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഓർത്തോണം പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമുക്ക് പ്രകടിപ്പിക്കാനൊന്നുമില്ല. നമ്മളുടെ പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും രോഗത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒക്കെ സമയത്ത് നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചില്ലയോ? വീട്ടിലുള്ളവർ തന്നെ ചോദിക്കും, നീ പള്ളിയിൽ പോയില്ലയോ, ഉപവസിച്ചില്ലയോ, ഒത്തിരി നന്മ ചെയ്തില്ലയോ? അവരൊക്കെ നിനക്കെതിരായിരിക്കുന്നു, പിന്നെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? ഇനിയെങ്കിലും മാറിയ കൂടെ? യോബിൻ്റെ ഭാര്യ ചോദിച്ചതുപോലെ ചോദിക്കും. പ്രിയമുള്ളവർ, ഇതിന് മറുപടി പറയേണ്ടത് നമ്മളല്ല, ദൈവം മറുപടി പറഞ്ഞോളൂ. ക്രൂശന്മേൽ കിടന്ന കർത്താവ് മറുപടി പറയാതിരുന്നത് അതുകൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഈ വാചകം പറഞ്ഞു, അയ്യോ ജനങ്ങൾ ഇങ്ങനെ പറയുന്നു, എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു, വ്യക്തിഗതമായി പറയുന്നു, അവൻ യഹോവയെങ്കിൽ രക്ഷയില്ല. അതായത് ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കണ്ടപ്പോൾ കൂടെ നിന്നവരൊക്കെ തള്ളി പറഞ്ഞപ്പോൾ പറയുക, ദൈവം രക്ഷപ്പെടുത്തുമോ എന്ന് നോക്കട്ടെ.
ദൈവം രക്ഷപ്പെടുത്തിക്കോളും. അതായത് ദൈവം ചെയ്യുന്ന ചില പദ്ധതികളെക്കുറിച്ച് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. കാരണം ചെയ്യുന്നത് നമ്മളല്ല, ദൈവമാണ്. ദൈവം എനിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യം നാട്ടുകാരോട് ദൈവം പറയണമെന്ന് നിർബന്ധവുമില്ല. കാരണം അത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയാണ്, ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ്. ഓപ്പറേഷൻ നടത്തുന്ന ഡോക്ടർ ഞാൻ എങ്ങനെയാണ് ഓപ്പറേഷൻ നടത്തുന്നതെന്ന് രോഗിയോട് പോലും പറയണമെന്നില്ല, മറ്റുള്ളവരോട് പറയണമെന്നില്ല. കാരണം ആ രോഗിക്ക് ആവശ്യമായ രീതിയിൽ വേണ്ടതായ എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി നല്ലൊരു ഡോക്ടർ ഓപ്പറേഷൻ നടത്തും. മറ്റുള്ളവരോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും പറയണ്ട, അവനത് ചെയ്തോളും. രോഗി അവനിൽ വിശ്വസിച്ചാൽ മതി. ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. ഈ വേദവാക്യം എപ്പോഴും ഓർത്തോണം. യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവനവനെ രക്ഷിക്കട്ടെ, അവനിൽ പ്രസാദമുള്ളതിനാൽ അവനവനെ വിടുവിക്കട്ടെ. നിന്ദിക്കുന്നവരും ദുഷിക്കുന്നവരും ഒക്കെ ചിലപ്പോൾ അറിയാതെയാണെങ്കിലും അങ്ങനെ പറഞ്ഞു നിൽക്കും. അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല, അപഹസിച്ച് പറയുന്നതാ. അവനിൽ യഹോവയ്ക്ക് പ്രസാദമുണ്ടെങ്കിൽ അവനവനെ രക്ഷിക്കട്ടെ. നമ്മളും ചില ഘട്ടത്തിൽ ഈ ഒരു തലത്തിലെത്തണം കേട്ടോ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും, എത്ര തെറ്റുകുറ്റങ്ങൾ വന്നാലും അവൻ്റെ നാശത്തിന് നമ്മൾ ഹേതുവാകരുത്. യഹോവ അവനോട് ചെയ്യട്ടെ, യഹോവ അവൻ്റെ കാര്യത്തിൽ ഇടപെടട്ടെ, യഹോവ അവനെ വിടുവിക്കട്ടെ. സമൂഹം നെഗറ്റീവായ അർത്ഥത്തിലാണ് അതിനെ സംവേദിച്ചതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം. നമുക്കെല്ലാവരെക്കുറിച്ചും പറയേണ്ട പ്രാർത്ഥന അതായിരിക്കണം. ദൈവമേ, നിനക്കവനിൽ പ്രസാദമുണ്ട്. എൻ്റെ മുൻപിലൂടെ ഒരുവൻ പോകുന്നു, അവന് ജീവിതത്തിൽ രക്ഷപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രോഗവും ദുഃഖവും ഒക്കെ ഉണ്ട്, കുടുംബത്തിൽ കലഹമുണ്ട്, പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും ഞാൻ എൻ്റെ നിഷ്കളങ്ക മനസ്സുകൊണ്ട് ചിന്തിക്കുക, ദൈവമേ, നിനക്കവനിൽ പ്രസാദമുണ്ട്, നീ അവനെ രക്ഷിക്കട്ടെ. അതല്ലാതെ എനിക്ക് പ്രാർത്ഥിക്കാൻ എന്താ ഉള്ളത്? അന്നത്തെ സമൂഹം അപഹസിച്ചും കളിയാക്കിയും കർത്താവിനെക്കുറിച്ച് പറഞ്ഞെങ്കിലും, അതിനും സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ദാവീദ് തൻ്റെ ജീവിതാനുഭവമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ സാക്ഷിച്ചെങ്കിലും നമ്മൾ ഇന്നത്തെ കാലത്ത് പ്രാർത്ഥിക്കണം. നമ്മളെ ഉപദ്രവിക്കുന്നവരെക്കുറിച്ച് പോലും പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, നിനക്കവനിൽ പ്രസാദമുണ്ട്, അവനെ രക്ഷപ്പെടുത്തണം. ദൈവമേ, നീ അവനെ രക്ഷപ്പെടുത്തണം. നഷ്ടങ്ങൾ വരുത്തുന്നവരെക്കുറിച്ചും പറയണം. ദൈവമേ, നിനക്കവനിൽ പ്രസാദമുണ്ട്. എൻ്റെ ദൈവത്തിന് എൻ്റെ സഹോദരങ്ങളിൽ പ്രസാദമുണ്ടെന്ന് ചിന്തിക്കുന്ന ചിന്ത ഒരു വലിയൊരു അനുഭവമാണ്. എന്നെ സ്നേഹിക്കുന്നവരോട് മാത്രം ദൈവത്തിന് പ്രസാദം ഉണ്ടാകണമെന്നല്ല, എന്നോട് ഇഷ്ടമില്ലാത്തവരോടും ദൈവത്തിന് പ്രസാദമുണ്ടാകണം. നമ്മളുടെ പ്രാർത്ഥനയൊക്കെ അതിനുവേണ്ടി ആയിത്തീരണം. ഈ വേദവാക്യത്തിൻ്റെ മറ്റൊരു തലമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ദൈവത്തിന് അവനിൽ പ്രസാദമുണ്ട്, അവനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഹൃദയംഗമായ ദൈവസന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ വിപരീതമായ അർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ വീഴ്ച കണ്ടിട്ട് കണ്ണടച്ച് നിന്നുകൊണ്ട് ദൈവം വന്ന് രക്ഷപ്പെടുത്തട്ടെ, അവനിൽ പ്രസാദമുണ്ടെങ്കിൽ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറയുന്നതല്ല. ഒരു മനുഷ്യൻ മരിക്കാൻ പോകുമ്പോൾ, ഒരു മനുഷ്യൻ വീണു പോകുമ്പോൾ ദൈവം അവനെ രക്ഷപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ആത്മീയത. ദൈവത്തിൻ്റെ മനസ്സുള്ളവരായി, ദൈവത്തിൻ്റെ കരുതലുള്ളവരായി, ദൈവത്തിൻ്റെ കരങ്ങളുള്ളവരായി നിങ്ങളും ഞാനുമൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. ക്രൂശിന്മേൽ ഞാൻ കാണുന്നോരോ മഹൽ കാശ എൻ്റെ പ്രിയൻ, കഷ്ടതകൾ സഹിച്ചയ്യോ ചാകുന്നു, എന്നെ പൊൻകിരീടം ധരിപ്പിപ്പാനാകുന്നു, എന്നെ പൊൻകിരീടം ധരിപ്പിപ്പാനാകുന്നു. കർത്താവ് ക്രൂശിന്മേൽ മരിച്ചത് എന്നെ പൊൻകിരീടം ധരിപ്പിക്കാനാണെങ്കിൽ, പ്രിയമുള്ളവർ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം, നിങ്ങളും ഞാനും സഹിക്കുന്ന ഓരോ മുൾക്കിരീടങ്ങളും ഓരോ പ്രതിസന്ധികളും എൻ്റെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്താനുള്ള കിരീടം ധരിപ്പിക്കുവാൻ വേണ്ടിയാണെന്ന് ചിന്തിക്കണം. ഞാൻ ഏൽക്കുന്ന കല്ലേറുകളും നിങ്ങളേൽക്കുന്ന പ്രതിസന്ധികളും വ്യർത്ഥവാക്കുകളും നിന്ദാവാക്കുകളുമൊക്കെ എന്നെയും നിങ്ങളെ രൂപാന്തരപ്പെടുത്തി ആരുടെയോ രക്ഷയ്ക്കു വേണ്ടി നമ്മളെ ഒരുക്കാനുള്ള മാർഗങ്ങളായി നമ്മൾ കാണണം. വീണ്ടും ആ വാചകം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു, അവർ അധരം മലർത്തി തലകുലുക്കുന്നു. യഹോവയിൽ അവൻ ആശ്രയിക്കുന്നു, അവനെ രക്ഷിക്കട്ടെ, അവനിൽ പ്രസാദമുള്ളതിനാൽ അവനെ വിടുവിക്കട്ടെ. രണ്ടാമത്തെ കാര്യത്തിൽ അന്നത്തെ സമൂഹം വേദന അനുഭവിക്കുന്ന ഒരു മനുഷ്യനെ നോക്കി പറയുന്നതായി സങ്കീർത്തനക്കാരൻ പറഞ്ഞെങ്കിൽ, ക്രൂശിന്മേൽ കിടന്ന് വേദന അനുഭവിക്കുന്ന കർത്താവിനെ നോക്കി അന്നത്തെ സമൂഹം പറഞ്ഞെങ്കിൽ, നമുക്കിന്ന് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാനുള്ളത് അങ്ങനെ കളിയാക്കി പറയാനല്ല. ദൈവമേ, നിനക്കവനിൽ പ്രസാദമുണ്ട്,
എനിക്കൂടെ ഒരു പ്രസാദം ഉണ്ടാക്കണം. അവനെ രക്ഷിക്കാനുള്ള മാർഗമാക്കി എന്നെയും കൂടി മാറ്റണം. ദൈവമേ നിനക്കവനിൽ പ്രസാദമുണ്ട് എന്ന് കളിയാക്കിയല്ല, ദൈവമേ നിനക്കവനിൽ പ്രസാദമുണ്ടാകണം, നീ അവനെ രക്ഷപ്പെടുത്തണം, അവനും ഈ ലോകത്തിന് ആവശ്യമാണ് എന്ന് പ്രാർത്ഥിക്കാൻ തക്കോണം ഇടയാകണം. നിങ്ങളും ഞാനുമൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും നിലവിളിക്കുമ്പോഴും നമ്മുടെ ഇടത്തും വലത്തും ഇരുന്നു കൊണ്ട് നമുക്കിഷ്ടമില്ലാത്തവരും നമ്മളെ ദുഷിക്കുന്നവരും നിന്ദിക്കുന്നവരുമൊക്കെ നമ്മളെക്കാൾ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന കാഴ്ച കാണണം. നമ്മൾക്ക് നഷ്ടം വരുത്തുന്നവർ നമ്മളെ അനുഗ്രഹിക്കുന്ന കാഴ്ച കാണണം. നമ്മളെ കുറ്റം പറയുന്നവർ നാളെ എന്ന് പറയുന്ന ദിവസത്തിൽ നന്മകൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കാണണം. അങ്ങനെ കാണുമ്പോൾ ദൈവനാമം മഹത്വപ്പെടും. കർത്താവിൻ്റെ ക്രൂസിന് മൂല്യമുണ്ടാകും. ക്രൂസ് മരണത്തിന് മൂല്യമുണ്ടാകും. ഉത്ഥാനത്തിൻ്റെ ശക്തിയും ബലവും ഉണ്ടാകും. ആ ഒരു രക്ഷയുടെ സന്ദേശം നടപടിയായി നിവർത്തിക്കുവാൻ തക്കവണ്ണം, പൂർണ്ണമാകുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.